മഹാഭാരതം ഭാഗം 3. ഭീഷ്മൻ തന്റെ വ്രതം പാലിച്ച ശേഷം ശന്തനുവിന് വീണ്ടും വിവാഹം കഴിക്കണമെന്ന ആഗ്രഹമുണ്ടായി. ഒരു ദിവസം ശന്തനു ഒരു മത്സ്യജാലക്കാരിയെ കണ്ടു. അവളാണ് സത്യവതി. അവളുടെ സൗന്ദര്യവും സൗമ്യതയും രാജാവിനെ ആകർഷിച്ചു. ശന്തനു സത്യവതിയുടെ പിതാവിനോട് വിവാഹം ചോദിച്ചു. പക്ഷേ പിതാവ് പറഞ്ഞു, എന്റെ മകളുടെ പുത്രന്മാർ രാജസിംഹാസനത്തിന് അവകാശികളാകണം. അതായിരിക്കണം വിവാഹതീർപ്പിന്റെ ഭാഗം. ശന്തനുവിന് കുഴപ്പമായി. ഭീഷ്മവ്രതം പ്രകാരം ഭീഷ്മനാണ് ഉത്തരാധികാരി. ഇപ്പോൾ ഭീഷ്മൻ വീണ്ടും ത്യാഗമാനദർശനം കാണിച്ചു. അദ്ദേഹം സത്യവതിയുടെ പിതാവിനോട് പറഞ്ഞു, ഞാൻ എന്റെ പിതാവിനെയും രാജവംശത്തെയും സംരക്ഷിക്കാനാണ് ജീവിക്കുന്നത്. നിങ്ങളുടെ മകൾക്ക് ജനിക്കുന്ന പുത്രന്മാരാണ് കുരുസിംഹാസനത്തിൽ ഇരിക്കേണ്ടത്. ഇതുകേട്ട് പിതാവും സമ്മതിച്ചു. ശന്തനുവും സത്യവതിയും വിവാഹിതരായി. അവർക്ക് 2